ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്ക്വയർ കുഷൻ കവറാണ്. ഇപ്പോൾ മിഡിൽ ഭാഗത്ത് ഞാൻ സാരി ബോർഡറാണ് വെച്ചിരിക്കുന്നത്. രണ്ട് സൈഡും സെയിം കളർ തന്നെയാണ്. ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന പോലെ തന്നെ കുഷൻ വയ്ക്കാൻ വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്താണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കിതിൻ്റെ അളവ് 15 ഇഞ്ചാണ് നീളം, 15 ഇഞ്ച് വീതിയാണ്, 15 ഇഞ്ച് ലെങ്ത്, 15 ഇഞ്ചസ് വെഡ്ത്താണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. ഇപ്പോൾ ലൈനിങ്ങും കൂടി ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ മിഡിൽ ഭാഗത്ത് ആ ബോർഡറാണ് വെച്ചിരിക്കുന്നത്. രണ്ട് സൈഡും സെയിം ക്ലോത്ത് തന്നെയാണ്. ഇപ്പോൾ മൂന്നും കൂടി ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങുമായിട്ട് ഫിക്സായിരിക്കാൻ വേണ്ടി ആ ജോയിൻ്റ്, ആ 3 പീസ് ജോയിൻ ചെയ്ത ഭാഗത്തുകൂടി ഓരോ തവണയൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം കവർ തയ്ച്ചാൽ മതിയാകും. ഇത് വലിയൊരു കുഷൻ കവറാണ്, 16 ഇഞ്ച് കുഷൻ കവറാണിത്. ഇത് 3 പീസ് ജോയിൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ 3 ഭാഗത്തും നമ്മൾ ആ ജോയിൻ വരുന്ന ഭാഗത്തെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കും. ഇപ്പോൾ ഇതേപോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നമ്മൾക്ക് ബാക്ക് വശം തയ്ക്കണം. അപ്പോൾ ഇതും 12 ഇഞ്ച് കുഷൻ കവർ തന്നെയാണ്. ഇപ്പോൾ ഇത് 2 കളർ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ കൂടുതൽ ഭാഗം യെല്ലോ കളർ എടുത്തിരിക്കുകയാണ്. ഗ്രീൻ കളറ് കുറച്ച് ഭാഗം. ഇത് 6 ഇഞ്ചും 10 ഇഞ്ച്, ഇത് 1 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. ഇപ്പോൾ ഇത് ലൈനിങ്ങും ആയിട്ട് ഫസ്റ്റ് 2 പീസ് ലൈനിങ് വെച്ചതിന് ശേഷം അത് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ബാക്ക് ഓവർലാപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 പീസ് വേണം. ഇതിപ്പോൾ 12 ഇഞ്ചിൻ്റെ ആണ്. ഡബിൾ ഫോൾഡ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള അളവാണിത്. ഇപ്പോൾ 12 ഇഞ്ച് ഒരു പീസ്, നെക്സ്റ്റ് 7 ഇഞ്ചിൻ്റെ ഒരു പീസ്, അത് ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരു വശം. ഇത് ലൈനിങ് കൊടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല വശങ്ങൾ, ക്ലോത്തിൻ്റെ 2 സൈഡ് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾക്ക് വലിയ പീസ് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം സെൻറ്ററിൽ വരണം. അതേപോലെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ശേഷം ആ 7 ഇഞ്ചിൻ്റെ പീസ്, ചെറിയ പീസ് അതിന് മുകളിലായിട്ട് വയ്ക്കുക. ശേഷം 4 സൈഡ് ഒന്ന് 2 തവണയൊന്ന് സ്റ്റിച്ച് ചെയ്യണം. 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നല്ലപോലെ ചുളിവില്ലാതെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് കുഷൻ കവർ റെഡിയായി കഴിഞ്ഞു. നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് 4 സൈഡ് ഞാൻ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് 4 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 12 ഇഞ്ച് കുഷൻ കവറാണ്. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഈ 4 സൈഡും ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ 1 ഇഞ്ച് ഇങ്ങനെ തയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് തയ്ച്ചിരിക്കുന്നത്. ഇത് വലിയൊരു കുഷൻ കവറാണ്. ഇത് 16 ഇഞ്ച് കുഷൻ കവറാണ്. ഇതിപ്പോൾ 17 ഇഞ്ച് അല്ലെങ്കിൽ 17.5, 17.5 ഒക്കെ എടുക്കാം. ഇപ്പോൾ ഇത് 3 പീസ് ചേർത്തിട്ടാണ്. ഇതിപ്പോൾ 17 ഇഞ്ച് വെഡ്ത്ത്, 17 ഇഞ്ച് ലെങ്താണ്. ഇത് 3 പീസ് ചേർത്താണ് വെച്ചിട്ടുള്ളത്. ഇത് ലൈനിങ് വെച്ചതിന് ശേഷം നമ്മൾ ആ ജോയിൻ ഭാഗം എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം 4 സൈഡും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ കവറും റെഡിയായി കഴിഞ്ഞു. ഇത് 16 ഇഞ്ച് കുഷൻ കവറാണ്. ഇത് 3 കളർ ഉപയോഗിച്ചാണ്. ഇത് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടില്ല, കാരണം സൈഡിൽ ഞാൻ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കാതെയാണ് ഇത് തയ്ച്ചിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 17 ഇഞ്ച് എടുത്തത്. അപ്പോൾ നല്ലൊരു കുഷൻ കവർ തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് കുറച്ച് തുണികൾ മതി. സാരിയിൽ നിന്ന് തന്നെ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നല്ല വീതിയിൽ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് സ്ലീവ് തയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തെ ബോർഡർ മാത്രം മതിയാകും. ബാക്കിയൊക്കെ നമുക്ക് ബാലൻസാണ്. നമുക്ക് കളയാതെ ഇതുപോലെ തന്നെ 3 എണ്ണം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇത് 16 ഇഞ്ചാണ് കവറിൻ്റെ അളവ്. കുഷൻ 16 ഇഞ്ച് കുഷനാണ്.
ഇപ്പം കോട്ടൺ അങ്ങനെ തിരികെ വെച്ചിട്ടില്ല. നല്ല ഭംഗിയാണ്. കുറച്ച് 2 കളർ ചേർത്തോ 3 കളർ ചേർത്തോ വെച്ചൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് സമയവും മതി. ഓണം ഒക്കെ വരുമ്പോൾ നമുക്കിതുപോലെ പുതിയത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ വീട്ടിലും ഇതേപോലെ കുറച്ച് പീസുകൾ കാണും. അത് വെച്ച് നമുക്ക് വെറുതെ കളയാതെ ഇതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താൻ നല്ല മനോഹരമായിരിക്കും. ഇത് 12 ഇഞ്ച് കുഷൻ കവറാണിത്. നമ്മൾ 15 ഇഞ്ചാണ് ഇതിന് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 4 സൈഡും 1 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് 4 സൈഡും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തുണി എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. 2 സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 1 ഇഞ്ച് എക്സ്ട്രാ ആകുമ്പോൾ 2 ഇഞ്ച് ആവുന്നു 2 സൈഡ്. അതുപോലെ മുകളിലും താഴെയും. അതുകൊണ്ടാണ് എക്സ്ട്രാ 15 ഇഞ്ച് 12 ഇഞ്ച് കുഷൻ കവറിന് 15 ഇഞ്ചസ് ഞാൻ എടുത്തത്. അതാണ് 2 ഇഞ്ച് 2 സൈഡും പോകും. പിന്നെ നമ്മൾക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ പോകും. അതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 അല്ലെങ്കിൽ 1.5 എക്സ്ട്രാ എടുത്താൽ മതിയാകും. 1.5 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാകും. എനിക്കിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം. അതാണ് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ 4 സൈഡും കൊടുത്ത് 2 തവണയൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ലൈനിങ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊന്നും പോകത്തില്ല. ഇല്ലെങ്കിൽ ഇതിൻ്റെ നൂലൊക്കെ വിട്ടുപോകും. നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ 12 ഇഞ്ചിൻ്റെ കുഷനാണിത്. ഇപ്പോൾ 2 കളറോ ഇപ്പോൾ ഈ ഇതിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ മിഡിൽ ഭാഗത്ത് അങ്ങനെ ബോർഡർ വരുന്ന വിധം. ഇതും അതേ സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. ഇതും 12 ഇഞ്ച് കുഷൻ കവർ തന്നെയാണ്. ഇതിപ്പോൾ മിഡിൽ ഭാഗത്ത് കൂടുതൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. 2 സൈഡും വേറെ ആണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ മിഡിൽ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സൈഡിൽ 4 സൈഡിൽ ഞാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് 2 തവണ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് ബാക്ക് പീസിന് ഞാൻ ലൈനിങ് കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് വാഷ് ചെയ്യുമ്പോഴൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് തുണി മതി. ലൈനിങ് പുതിയ വേണമെന്ന് തന്നെയില്ല. വേറെ വീട്ടിലുള്ള പഴയ തുണികൾ വെച്ചാലും മതി. ഇതും അതേ 12 ഇഞ്ച് കുഷൻ കവർ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തുണി കൊണ്ട് വേസ്റ്റ് ആകാതെ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.